കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് കാലാവധി കഴിയാൻ ഇനി ഏതാനും മാസങ്ങൾ മാത്രമേ ഉള്ളൂ. കൃത്യമായി പറഞ്ഞാൽ സെപ്റ്റംബർ മാസത്തോടെ അദ്ദേഹത്തിന്റെ കാലാവധി കഴിയും. ഒരുപക്ഷെ പുതിയ ഗവർണറെ നിയമിക്കുന്നതുവരെ തുടരാനുള്ള നിയമം ഉള്ളതുകൊണ്ട് തന്നെ സെപ്റ്റംബറിന് ശേഷവും അദ്ദേഹം തുടരാനുള്ള സാധ്യതയുണ്ട്. BJP സംസ്ഥാന ഘടകത്തിനും അത് തന്നെയാണ് താല്പര്യം. എന്തു തന്നെയാണെങ്കിലും കേരളത്തിലെ ഗവർണറായ ആരിഫ് മുഹമ്മദ് ഖാൻ 5 വർഷം പിന്നിടുമ്പോൾ 7ഓളം തിരിച്ചടികളാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുള്ളത്. അവ ഏതൊക്കെയാണെന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. ആദ്യത്തേത് 2022 ഡിസംബർ 22-ാം തീയതി കേരള സർവകലാശാല VCയെ തെരഞ്ഞെടുക്കാനുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് സെനറ്റ് പ്രതിനിധിയെ 1 മാസത്തിനകം നാമനിർദ്ദേശം ചെയ്യണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവ് സ്റ്റേ ചെയ്തു. സിംഗിൾ ബെഞ്ച് ഉത്തരവ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സെനറ്റ് അംഗങ്ങൾ നൽകിയ അപ്പീലിലായിരുന്നു കോടതിയുടെ വിധി. അടുത്തത് നവംബർ 7. കേരളത്തിലെ 11 സർവകലാശാല വൈസ് ചാൻസലർമാരെ പുറത്താക്കാനുള്ള ഗവർണറുടെ നീക്കം തടഞ്ഞുകൊണ്ട് ഹൈക്കോടതി ഇടക്കാല ഉത്തരവിറക്കി. സാങ്കേതിക സർവകലാശാലയ്ക്ക് മാത്രം ബാധകമായ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ മറ്റ് VCമാരും രാജിവെക്കണമെന്നായിരുന്നു ഗവർണറുടെ നിലപാട്. VCമാർക്കെതിരെ ഉടനടി നടപടി വേണ്ട എന്നും ഹൈക്കോടതി പറയും വരെ അന്തിമ തീരുമാനമെടുക്കരുതെന്നും കോടതി നിർദ്ദേശിച്ചു. മൂന്നാമത്തേത് 2023 മാർച്ച് 24-ാം തീയതി വന്ന വിധിയാണ്. കേരള സർവകലാശാല സെനറ്റ് അംഗങ്ങളെ പുറത്താക്കിയ ചാൻസലർ കൂടിയായ ഗവർണറുടെ നടപടി ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. വൈസ് ചാൻസലർ നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റിയുടെ രൂപീകരണവും കമ്മിറ്റി കൺവീനറുടെ നിയമനവും കോടതി റദ്ദാക്കിയിട്ടുണ്ട്. നാലാമത്തേത് മാർച്ച് 17-ാം തീയതി വന്ന വിധിയാണ്. കേരള സാങ്കേതിക സർവകലാശാല സിൻഡിക്കേറ്റിന്റെയും ബോർഡ് ഓഫ് ഗവേണൻസിന്റെയും തീരുമാനം സസ്പെൻഡ് ചെയ്ത ചാൻസലറുടെ തീരുമാനം ഹൈക്കോടതി റദ്ദാക്കുകയായിരുന്നു. സർവകലാശാല ഭരണനിർവഹണത്തിൽ VCയെ സഹായിക്കാൻ സിൻഡിക്കേറ്റ് ഉപസമിതിയെ നിയമിക്കുക, ഗവർണർക്ക് VC അയക്കുന്ന കത്തുകൾ സിൻഡിക്കേറ്റിന് റിപ്പോർട്ട് ചെയ്യണമെന്ന സ്റ്റാറ്റ്യൂട്ട് വ്യവസ്ഥ പാലിക്കുക, നിയമവിരുദ്ധമായി ജീവനക്കാരെ മാറ്റിയ നടപടി തടയുക എന്നീ തീരുമാനങ്ങളായിരുന്നു ചാൻസലർ റദ്ദാക്കിയത്. അടുത്തത് മാർച്ച് 16-ാം തീയതി വന്ന വിധിയായിരുന്നു. സാങ്കേതിക സർവകലാശാല ഇടക്കാല VCയെ ഡോക്ടർ സിസ തോമസിനെ നിയമിച്ചത് ചട്ടവിരുദ്ധമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറയുകയായിരുന്നു. ചാൻസലർക്ക് സർക്കാരിനെ മറികടന്ന് താൽക്കാലിക VCയെ നിയമിക്കാനാകില്ല. ഡോക്ടർ സിസയെ മാറ്റി പകരം UGC യോഗ്യതയുള്ളവരെ സർക്കാരിന് ശുപാർശ ചെയ്യാമെന്ന് ഹൈക്കോടതി നിർദ്ദേശിക്കുകയായിരുന്നു. 2024 മെയ് 21-ാം തീയതി വന്നത് കേരള സർവകലാശാല സെനറ്റിലേക്ക് വിദ്യാർത്ഥി പ്രതിനിധികളായി 4 ABVP പ്രവർത്തകരെ നോമിനേറ്റ് ചെയ്ത ഗവർണറുടെ നടപടിക്ക് ഹൈക്കോടതി സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ഉത്തരവായിരുന്നു. 6 ആഴ്ചകളിൽ പുതിയ പട്ടിക സമർപ്പിക്കാൻ നിർദ്ദേശിച്ചു. ഇത് പ്രകാരം നാമനിർദ്ദേശം ചെയ്ത 4 വിദ്യാർത്ഥി പ്രതിനിധികളുടെ യോഗ്യത സംബന്ധിച്ചുള്ള ഹർജി കോടതിയുടെ പരിഗണനയിലാണ്. എന്താണ് ഇവരുടെ യോഗ്യത എന്ന് അറിയിക്കാൻ കോടതി ഗവർണറോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇനി ഇതിനെല്ലാം ശേഷം ഏറ്റവും ഒടുവിലെത്തിയത് അത് കേരള ഫിഷറീസ് സർവകലാശാല വൈസ് ചാൻസലർ നിയമനത്തിന് ശുപാർശ നൽകാൻ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച ചാൻസലർ കൂടിയായ ഗവർണറുടെ നടപടി ഹൈക്കോടതി 1 മാസത്തേക്ക് സ്റ്റേ ചെയ്തു വെച്ചതാണ്. കമ്മിറ്റി രൂപീകരിച്ചത് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ നൽകിയ ഹർജി ഫയലിൽ സ്വീകരിച്ചാണ് ജസ്റ്റിസ് AA സിയാദ് റഹ്മാന്റെ ഉത്തരവ് വന്നത്. ചാൻസലർക്കും കുഫോസിനും വേണ്ടി അഭിഭാഷകർ നോട്ടീസ് എടുത്തിരുന്നു.